ഹായ് ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് സച്ചിയും രേവതിയും ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞ് രണ്ടും രണ്ട് വഴിക്കായിരിക്കുവാണ്. സച്ചി ഒരിക്കലും രേവതിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ രേവതിയുടെ ഭാഗത്ത് തെറ്റില്ല. രേവതി സത്യം പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് സച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയാതിരുന്നത്. എന്നാൽ അവസാനം അത് രേവതിക്ക് തന്നെ പാരയായിട്ട് മാറുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ സുധി നേരെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു കമ്പനിയിലെത്തി. അപ്പോൾ സുധി നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു കസ്റ്റമർ വരുന്ന രീതിയിലാണ്. നല്ല ഇൻഷേർട്ടൊക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ സംശയിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആള് ചോദിക്കുകയാണ്, ഇവിടെ കാറ് വാങ്ങാൻ വന്ന ആളാണോ? വരൂ സർ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഞാനൊരിക്കലും കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ല, MD കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ വിചാരിച്ചു MD കാണാനായിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത് എന്ന് അയാൾ വീണ്ടും വിചാരിച്ചു. എന്നാൽ മീറ്റിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സുധിയുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും, കാരണം സുധി പറഞ്ഞത് ഞാൻ ഇവിടെ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ഇന്റലിജൻസും കാര്യങ്ങളും അവർക്ക് ആവശ്യമുണ്ടോ, MDക്ക് ആവശ്യമുണ്ടോ, ഈ കമ്പനിക്ക് എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേണോ വേണ്ടേ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം സുധിയുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് കമ്പനി കുറച്ചുകൂടി വളർന്നു വരാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള രീതിയിലാണ് സുധി സംസാരിച്ചത്. അപ്പോൾ സുധിയെ കണ്ടപ്പോൾ തന്നെ, സുധിയുടെ സംസാരങ്ങൾ കേട്ടപ്പോൾ തന്നെ ചെറിയൊരു പന്തികേട് അയാൾക്ക് തോന്നി. അങ്ങനെ MDയോട് സംസാരിച്ചു. MD അകത്തോട്ട് കയറി വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ സുധി വരുവാണ്. ആദ്യം തന്നെ സുധിയല്ലേ, വരൂ സുധി വരൂ, സുധി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് ഇരുത്തുമ്പോൾ തന്നെ സുധി ആദ്യം പറഞ്ഞത്, സർ സുധിയല്ല, തറയുടെ തായല്ല, സുധി ധനത്തിന്റെ തായാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ തന്നെ അയാൾക്ക് ചെറുതായിട്ട് നെഗറ്റീവാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പം സുധി പറഞ്ഞത് തൻ്റെ കയ്യിൽ ഒരുപാട് ഡിഗ്രി ഉണ്ട്, ഒരുപാട് മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉണ്ട്, ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിന് ഇത്രയും നാൾ എനിക്ക് ജോലി കിട്ടിയില്ല, എൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു ജോലി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നാൾ ഒരിടത്ത് കയറാൻ പറ്റാത്തത്. എന്നാൽ ഇപ്പോൾ സാറിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞ് ഞാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നാണ് അയാളോട് ചോദിക്കുന്നത്. അപ്പോൾ സുധിയുടെ സംസാരവും പെരുമാറ്റവും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തോന്നി. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് സുധിയോട് ചോദിച്ചപ്പോൾ, എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം, എനിക്ക് ഒരു വലിയൊരു കമ്പനിയിൽ ജോലി വേണം, എന്നിട്ട് എനിക്ക് കീഴെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യണം, അവർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കണം, എന്നിട്ട് ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നു അതായിരിക്കണം അവർ അനുസരിക്കേണ്ടത്, ഞാൻ എന്ത് പറയുന്നു അത് വേണം അവർ കേൾക്കാനായിട്ട്, അങ്ങനെ വലിയൊരു പദവിയിൽ വേണം എനിക്ക് ജോലി ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു തൊഴിലാളിയായിട്ടല്ല, നിങ്ങൾക്ക് മുതലാളിയായിട്ട് ജോലി ചെയ്യേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ MD എണീറ്റ് കൊടുത്തിട്ട് സുധി അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പൊ സുധി വിചാരിക്കണം, വന്ന ഉടനെ തന്നെ MDയുടെ കസാര കിട്ടിയല്ലോ എന്ന് സുധിയുടെ മനസ്സിൽ തന്നെ ചെറിയൊരു ഈ ഒരു പൂവ് മുളച്ചു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ സുധി തന്നെ ഇങ്ങനെ ആലോചിക്കുവാണ്, ഞാൻ MD ആയി, അപ്പോൾ ഒരുപാട് കോളുകൾ എനിക്ക് വരും, അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം വേണ്ട, ഇന്ന സാധനം വാങ്ങിച്ചോട്ടെ സാർ, വേണ്ട എന്നുള്ളൊരു MD പദവിയിൽ സുധി ഇങ്ങനെ സ്വപ്നം കാണുവാണ്. അപ്പോൾ MD പറയുന്നുണ്ട്, നിങ്ങൾക്ക് കളിയാക്കിയ പോലും മനസ്സിലാവത്തില്ലല്ലേ, നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ സുധി കെട്ടിയ ആ ഒരു സ്വപ്നങ്ങളെല്ലാം പാഴായിപ്പോയി. അവസാനം സുധി പറയുന്നുണ്ട്, സാർ എന്നെ ഇറക്കി വിടരുത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ഇവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് മാത്രം മതി സാർ, എന്നെ ഇവിടെ വിടരുത്, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയതേ ഉള്ളൂ, കുറച്ച് നാളായതേ ഉള്ളൂ, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എന്നെ കൈവിടരുത്, ഞാൻ ഇവിടെ ജോലി ചെയ്യാം. ആദ്യം സുധിക്ക് ഇങ്ങനെ നിൽക്കാമായിരുന്നു, ഇപ്പോൾ MDക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അവസാനം സുധിയുടെ ആ ഒരു കെഞ്ചി പറഞ്ഞപ്പോൾ അയാൾക്ക് ചെറിയൊരു നന്മ തോന്നി, സുധിയോട് ജോലി ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങൾക്കൊരു സംസാരിക്കുന്ന സ്കില്ലുണ്ട്, അതുകൊണ്ട് ജോലിക്ക് കയറിക്കോളൂ, എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സാണ് എൻ്റെ ദൈവം, അതുകൊണ്ട് എൻ്റെ കഞ്ഞിയോട് മുട്ടിക്കരുത് എന്നാണ് സുധിയോട് MD വെച്ച ആ ഒരു നിബന്ധന. എന്തായാലും സുധിക്ക് ആ ഒരു ജോലി കിട്ടി. സന്തോഷത്തോടെ പിറ്റേ ദിവസം തൊട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷത്തോടെയാണ് സുധി പോയത്. എന്നാൽ ഇതേ സമയം തന്നെ
തന്റെ കാറ് ഇങ്ങനെ വർക്ക്ഷോപ്പിലായതിന്റെ സങ്കടത്തിൽ സച്ചി വന്ന് നോക്കുമ്പോൾ കാറിന് വീണ്ടും പണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഞ്ചിൻ പണി നടത്തിയിട്ട് അടുത്ത് വരുമ്പോഴത്തേക്കും AC പണിയാവുന്നുണ്ട്. AC പണി നന്നാക്കിയിട്ട് അടുത്ത് വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഒരു മെക്കാനിക്കിനോട് സംസാരിക്കുകയും എന്തായാലും നീ ഒരു 10,000 രൂപ താ, ഇത് നന്നാക്കി എടുക്കുമ്പോൾ വീണ്ടും 20,000 രൂപ ആവും, നീ എന്തായാലും ഒരു അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ താ, ബാക്കി ഞാൻ നന്നാക്കിയിട്ട് എന്തായാലും അടുത്ത ആഴ്ച നിനക്ക് വണ്ടി കൈമാറാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് സച്ചി പോകുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം തന്നെ തൊലഞ്ഞു പോവും എന്ന് ഞാൻ ഇന്നത്തോടു കൂടി പഠിച്ചു. പലിശക്കാരന് കൊടുക്കേണ്ട പൈസയാണ് നിനക്ക് തന്നത് എന്നൊക്കെയുള്ള സങ്കടത്തിൽ സച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിച്ചു പോകുന്നുണ്ട്. എന്നാൽ തന്റെ ഭർത്താവ് ഒരിക്കലും തന്നെ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. സച്ചി അത്രത്തോളം എന്നോട് ദേഷ്യപ്പെട്ടു. അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുന്നത്. ആ സമയം തന്നെ രേവതി തന്റെ വീട്ടിലോട്ട് വരികയും എന്നിട്ട് രേവതിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ സച്ചിയുടെ ഇന്നലത്തെ ആ ഒരു പ്രകടനം കണ്ടപ്പോൾ തനിക്ക് ഒരുപാട് ദുഃഖമാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പാവമാണെന്നും സച്ചിയുടെ മുൻകോപമാണ് ഏറ്റവും വലിയ പ്രശ്നം, ആ ഒരു മുൻകോപം മാറ്റിക്കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ രേവതിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ തന്റെ ആ ജീവിതം നശിച്ചു പോയി, ഇനി എന്തായാലും എനിക്ക് ഈ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് രേവതിയുടെ സംസാരങ്ങളും. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും സുധിക്ക് ഒരു ജോലി കിട്ടുമ്പോൾ തന്റെ അനിയൻ തന്റെ കാറിന് വേണ്ടിയിട്ട് കാറ് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. എന്നാൽ ഒരിക്കലും രേവതി ചെയ്തത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സച്ചിക്ക് സാധിച്ചിട്ടില്ല. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.